വെൽക്കം ടു ഈസി ടിപ്സ് കിച്ചൺ. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഒരു അറബിക് ഡിഷാണ്, ചിക്കൻ കബ്സ. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കിയിട്ട് വരാം. ഇതിനു വേണ്ടി ഒരു പാത്രം ചൂടാക്കിയിട്ട് അതിലേക്ക് ബട്ടർ ചേർത്ത് കൊടുക്കുകയാണ്. ബട്ടർ ഒരു 1.5 ടേബിൾ സ്പൂൺ ഉണ്ട്. അതൊന്ന് മെൽറ്റായ ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു 12 ബദാം തൊലി കളഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 20 ഉണക്കമുന്തിരിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയിട്ട് നമുക്ക് മാറ്റി വെക്കണം. ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയ ശേഷം നമുക്കിത് ഗാർണിഷ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഇതൊന്ന് കോരി മാറ്റാം. ഈ ബട്ടറിലേക്ക് 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ചൂടാക്കി എടുക്കാം. ശേഷം ഒരു സവാള അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. ഒരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് വഴറ്റിയാൽ മാത്രം മതി. ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ആയിട്ട് വന്നാൽ മാത്രം മതി. ഇപ്പോൾ നമ്മുടെ സവാള നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 4 ഗ്രാമ്പു, 5 ഏലക്കായ, 2 പട്ടയുടെ പീസ് ഇവയെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. 1 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് വഴറ്റിയെടുത്താൽ മതി. ശേഷം 1/4 കപ്പ് ക്യാരറ്റും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്, നീളത്തിലൊന്ന് അരിഞ്ഞിട്ട്. അതും കൂടെ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് അങ്ങ് വഴറ്റി കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് തക്കാളിയുടെ ജ്യൂസ് ചേർക്കണം. ഒരു തക്കാളി, നല്ല പഴുത്ത തക്കാളി വേണം എടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് മിക്സിയിലൊന്ന് അടിച്ചിട്ട് ആ ജ്യൂസ് ഒന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊരു 4 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം, ഒരു എണ്ണ തെളിയുന്ന സമയം വരെ. എണ്ണയെല്ലാം തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ കുരുമുളക് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഗാർലിക് പൗഡർ, 1.5 ടേബിൾ സ്പൂൺ കബ്സ മസാല പൗഡർ, ഒരു മാഗി ക്യൂബ് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഒരു 2 മിനിറ്റ് ചെറിയ തീയിൽ ആ ഒരു പച്ചമണം മാറുന്ന വരെ വഴറ്റി കൊടുക്കുക. ശേഷം നമുക്ക് ചിക്കൻ്റെ പീസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ മസാല എല്ലായിടത്തും ആവുന്ന തരത്തിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഒന്ന് തിരിച്ചു മറിച്ചിട്ടിട്ട് എല്ലാ ഭാഗത്തേക്കും മസാല ആവണം. എന്നിട്ട് നമുക്കിതൊന്ന് വേവിക്കണം. ഒരു 2 മിനിറ്റ് അടച്ചു വെച്ചിട്ട് ചെറിയ തീയിൽ, ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ടോട്ടെ. എന്നിട്ട് അടച്ചു വെച്ച് വേവിച്ചു കൊടുക്കാം. ഇനി ഒന്ന് തുറന്നു നോക്കിയിട്ട് നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ടിട്ട് ഇതുപോലെ തന്നെ ഒരു 2 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തിളച്ച വെള്ളം 2 കപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 കപ്പ് എന്ന് പറയുകയാണെങ്കിൽ ഞാൻ 2 കപ്പ് അരിയിലേക്കാണ്, ബസ്മതി റൈസിലേക്കാണ് 2 കപ്പ് തിളച്ച വെള്ളം ചേർത്തിട്ടുള്ളത്. എന്നിട്ട് ഇനി ഇതിലേക്ക് വേണ്ടത് ഡ്രൈ ലെമൺ ആണ്. 2 ഡ്രൈ ലെമൺ എടുത്തിട്ടുണ്ട്. ഇതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് അടച്ചു വെച്ചിട്ട് ഒരു 15 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ചിക്കനിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു സ്മെല്ലൊക്കെ കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് ഈ ചിക്കൻ കോരി മാറ്റാം. ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനാണ്, അത് ഓപ്ഷണലാണ് കേട്ടോ. എന്നിട്ട് നമുക്ക് മാറ്റി വെക്കാം. എന്നിട്ട് ഈ തിളച്ചുകൊണ്ടിരിക്കുന്ന ഈ വെള്ളത്തിലേക്ക് നമുക്ക് സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ബസ്മതി റൈസ് ചേർത്ത് കൊടുക്കുക. ഒരു 30 മിനിറ്റ് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇതൊന്നും നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് അടച്ചു വെച്ചിട്ട് ഒരു 15 മിനിറ്റ് വേവിച്ചെടുക്കണം. എന്നാലേ കംപ്ലീറ്റ് നല്ല വേവ് കിട്ടുള്ളൂ. ഇനി ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്, സൺഫ്ലവർ ഓയിൽ തന്നെ. എന്നിട്ട് ജസ്റ്റ് ഒന്ന് നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി ജസ്റ്റ് ഒരു ബ്രൗൺ ഷെയ്ഡ് വന്നാൽ മാത്രം മതി കേട്ടോ. 2-3 മിനിറ്റ് മതി മാക്സിമം. എന്നിട്ട് തിരിച്ചിട്ട് കൊടുക്കാം. ജസ്റ്റ് ഒരു ഷെയ്ഡ് കണ്ടില്ലേ. ഇനി ഇത് നമുക്ക് മാറ്റിയേക്കാം. അപ്പം നമ്മുടെ റൈസിന് ഒരു കുറച്ച് വേവ് കിട്ടിയിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതിൽ കുറച്ച് വെള്ളം കൂടെ വറ്റാനുണ്ട്. അപ്പം ഇനി നമുക്ക് ഒന്ന് അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റും കൂടെ വേവിച്ചെടുക്കാം. 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ 6 മിനിറ്റ് ശരിക്കും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഒന്ന് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഈ ചിക്കൻ ഇതിൻ്റെ മേലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് നേരത്തെ ഫ്രൈ ചെയ്തിട്ടുള്ള ബദാമും ഉണക്കമുന്തിരിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒരു 15 മിനിറ്റ് നമുക്കൊന്ന് അടച്ചു വെച്ച ശേഷം സെർവ് ചെയ്യാം. അപ്പം 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നല്ലൊരു സ്മെല്ല് അങ്ങോട്ട് കിട്ടുന്നുണ്ട്. ആ ചൂടോടുകൂടെ ഇളക്കി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു എന്താ പറയുക, നഖ ഉടഞ്ഞു പോകും നമ്മൾ അരി. അതുകൊണ്ടാണ് ഞാൻ ഇളക്കി കൊടുക്കാണ്ടിരുന്നത് കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് മാറ്റി വെച്ചിട്ട് സെർവ് ചെയ്യാം. അപ്പോൾ
അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്തൊരു കുഞ്ഞ് ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ് ഈസി ടിപ്സ് കിച്ചൺ.